മക്കള മാണിക്യ ജോ 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 യശോദേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷ് മാവേലിക്കര. ഇന്നൊരു പ്രത്യേകതരം എപ്പിസോഡാണ്. കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എന്നോട് ഈ ചോറിടുന്നത് അതെങ്ങനെയാണ്, അതെന്താണ്, എൻ്റെ ആ ഒരു കൂട്ടെന്താണ് എന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. ഇതിനെപ്പറ്റി ഈ ചോറിനെ പറ്റി അത് വേദത്തെ പറ്റുന്ന മഷിയിടുന്നതിനെ പറ്റി ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം, എങ്കിലും അറിയാത്ത ആൾക്കാർ ധാരാളം കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇടുന്നത്. അത് ഒരു കല്ലാണ്. ആ കല്ലിൻ്റെ പേര് കിട്ടൻ കല്ലെന്ന് പറയും. ചിലയിടത്ത് പുരാണ കിട്ടം കല്ല് എന്ന് പറയും, കിട്ടൻ കല്ല് എന്ന് പറയും. ഇതാണ് ആ കല്ല്. ഇതാണ് കല്ല്. അതിൻ്റെ വലിയ പീസുണ്ട്. അടുത്ത് ഇതാണ്. പിന്നെ നമ്മൾ അടിച്ച് പൊട്ടിച്ചാണ് ഇതിനെ ചെറിയ തരിയാക്കി അതിനെ വീണ്ടും അതിനെ അരച്ച് അതിനെ പൗഡറാക്കി. ആ പൗഡറാണ് നമ്മൾ ചോറുമായിട്ട് മിക്സ് ചെയ്ത് ചോറിടുന്നത്. ചിലത് മഷി ഇടുക എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൗഡർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കൈ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലൗസ് ഇടുന്നത്. അപ്പോൾ കൈയൊക്കെ കീറും. അപ്പോൾ നമുക്ക് ഈ കല്ല് നമുക്ക് പൊട്ടിക്കാം. പിന്നെ നമുക്കതിൽ ഈ ഒരു ഷീറ്റ് വയ്ക്കാം. ഷീറ്റ് വെച്ചിട്ട് അതിൽ അവിടെ പൊട്ടിക്കുക. അല്ലെങ്കിൽ അത് ഇതെല്ലാം തെറിച്ച് വീഴും. അപ്പോൾ ഈ കല്ല് വെച്ചിട്ട് പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ അവസ്ഥയാണ്. നല്ല കറുപ്പുണ്ട്. ഈ കല്ല് തന്നെ എടുക്കാനുള്ള പ്രധാന കാരണം ഇതിനകത്ത് ഇരുമ്പിൻ്റെ അംശം ധാരാളമുണ്ട് ഈ കല്ലിനകത്ത്. അതുകൊണ്ടാണ് പിന്നെ മഷിയിടാൻ വേണ്ടി ഈ കല്ല് തന്നെ പ്രത്യേകം എടുക്കാനുള്ള കാരണം. അത് ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതുകൊണ്ടാണ്. ഇവിടെ നല്ല കറുപ്പും കാണാനും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ആ വലിയ കല്ലിനെ ഇപ്പോൾ നമ്മൾ 2 പീസാക്കി വീണ്ടും അതിനെ ഒന്നുകൂടെ പൊട്ടിക്കും. അവകാശം നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടെ അല്പം കൂടി ചെറുതാക്കാം. ഷീറ്റ് വെച്ചില്ലെങ്കിൽ ഇത് തെറിച്ചങ്ങ് പോവും. ഷീറ്റ് വെച്ചിട്ട്
ഇതുപോലെ ചെറിയ പീസാക്കും ആദ്യം. ഇതുപോലെ കല്ലായിരുന്നു, പിന്നെ അതിനെ പൊട്ടിച്ച് ചെറുതാക്കി, പിന്നെ അതിലും ചെറുതാക്കി, പിന്നെ അതിലും ചെറുതാക്കി, പിന്നെ ഈ പരുവമായി. ഈ പരുവത്തിൽ പൊട്ടിച്ച് വെച്ചതാണ് ഇതാണ് ഇത്രയും കല്ല് പൊട്ടിച്ചതാണ്. എന്നിട്ട് ഇത്രയും കല്ല് നമുക്കതിൽ അരച്ചെടുക്കണം. ഇത് ചില ആൾക്കാരുണ്ട് പിന്നെ ഉരുളിൽ വെച്ച് ഇത് പൊടിയെടുക്കുന്ന രീതി. അത് ഉരുളിൽ നല്ല കുഴിയുള്ള ഉരുളുണ്ട്. അതിനകത്ത് ഇരുമ്പിൻ്റെ ഉലക്ക വെച്ച് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ പീസാക്കിയിട്ട് അതിലിട്ട് ഇടിക്കുന്നില്ല. നമ്മൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇടിക്കുകയല്ല, പിന്നെ വെള്ളം ഒഴിച്ചാണ് ഇടിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇടിച്ച് കഴിയുമ്പോൾ ഈ പൊടിയാകുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൽ ആ പൊടി കളയും. എന്നിട്ട് ആ വെള്ളം എടുത്ത് വലിയ ബേസിനകത്ത് ഒഴിച്ച് വയ്ക്കും. എന്നാൽ ആ വെള്ളം തെളിയുമ്പോഴതിൽ ആ തെളിവെള്ളം ഊറ്റിക്കളയും. ബാക്കി അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കത്തില്ലേ, ആ ഒരു മെത്തേഡിൽ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച്, ഈ മഞ്ഞൾ ചതയ്ക്കുന്നത് പോലെ മഞ്ഞൾ ചതക്കത്തില്ല, അതുപോലെ ഒന്ന് ചതച്ച് നമുക്കൊരു പേപ്പർ വയ്ക്കാം. അവിടെ പേപ്പർ വെച്ചാൽ സൈഡിലോട്ട് നമ്മളിത് പൊടിച്ചേക്കുവാണിത്. ഈ പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. കൊടുത്തത് ഇത് നമുക്ക് ഇതിന് ഒരു വെള്ള തുണിക്കകത്തോട്ട് അരിക്കാം. അടിയിലൊരു പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ചെറിയൊരു കിഴിയാക്കിയിട്ട് പതിയെ തട്ടി കൊടുക്കാം. അപ്പോൾ നല്ല പൗഡർ കിട്ടും. കണ്ടില്ലേ, നോക്കൂ. ഇതുപോലൊക്കെ നല്ലോണം തട്ടി കൊടുക്കുക.
അതിൻ്റെ ബാക്കി വരുന്ന തരയാണ് ഇത്. ഇതിനി ഒന്നുകൂടെ അരയ്ക്കും. എന്ന് വെച്ചതുപോലെ ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ പൗഡർ ഇതാണ്. പൗഡർ ആ ഒരു ചെറിയ പീസ് കല്ല് അരച്ചപ്പോഴത്തേക്ക് നമുക്ക് അത് ഇത്രയുണ്ട് പൗഡർ കിട്ടുള്ളൂ. നമുക്കൊരു 250 ഗ്രാം പൗഡർ വേണമെങ്കിൽ എങ്ങനെ പോലെ ഒരു 2 മണിക്കൂർ നമ്മൾ മെനക്കണം. 2 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു 25 ഗ്രാം പൗഡറിന് കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് പൗഡറാണ്. ഇത് നമ്മുടെ ചോറിനകത്ത് കുഴച്ച് മിക്സ് ചെയ്ത് എന്നിട്ടത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ ഒരു മിശ്രിതമാണ് നമ്മൾ ചോറിടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തവലയ്ക്കും ഇതിനൊക്കെ ചോറിടാൻ എടുക്കുന്ന ആ പൗഡർ, കിട്ടൻകല്ല്. ഈ കല്ലാണ് നമ്മൾ പൊടിച്ച് ഇതായി പരുവമാക്കുന്നത്. വളരെ ശ്രമകരമായൊരു ജോലിയാണിത്. നല്ലപോലെ ശാരീരിക അധ്വാനം വേണം ഒരു പൗഡറാക്കി എടുക്കുന്നതിന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.